നമസ്കാരം. ആഗോള പ്രതിരോധ മേഖലയിലും തന്ത്രപ്രധാന നയതന്ത്ര സമവാക്യങ്ങളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സൈപ്രസ് റിപ്പബ്ലിക് ഇന്ത്യയിൽ നിന്നും അത്യാധുനിക ആയുധശേഖരം വാങ്ങാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തുവരികയാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസും അതോടൊപ്പം ഭാരതത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നാഗാസ്ത്ര 1, സ്കൈ സ്ട്രൈക്കർ തുടങ്ങിയ കാമിക്കാസെ അഥവാ ആത്മഹത്യാ ഡ്രോണുകളും സ്വന്തമാക്കാനാണ് സൈപ്രസ് നിലവിൽ ലക്ഷ്യമിടുന്നത്. കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിൽ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ ആദ്യമായി വിന്യസിക്കപ്പെടാൻ പോകുന്ന ഈ പ്രതിരോധ ഇടപാട് തുർക്കിയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൗലിഡസ് ഇന്ത്യയിൽ നടത്തിയ ഔദ്യോഗിക സന്ദർശനത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തമാക്കുന്ന ചർച്ചകൾക്ക് വേഗത കൂടിയത് എന്നത് ഈ നീക്കത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സൈനിക സന്തുലിതാവസ്ഥയെ അട്ടിമറിക്കാൻ പോകുന്നതാണ് സൈപ്രസിൻ്റെ ഈ പുതിയ പ്രതിരോധ ചുവടുവയ്പ് എന്ന് തുർക്കിയിലെ സൈനിക നിരീക്ഷകർ ഭയപ്പെടുന്നു. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ബ്രഹ്മോസ് മിസൈലുകൾ സൈപ്രസിൻ്റെ പ്രതിരോധ നിരയിലേക്ക് എത്തുന്നതോടെ പ്രതിരോധ മേഖലയിൽ അവർക്ക് വലിയ മേധാവിത്വം കൈവരും. ഇതിനോടൊപ്പം ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും കപ്പലുകളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും കൃത്യമായി ലക്ഷ്യം വെച്ച് സ്വയം പൊട്ടിത്തെറിക്കുന്ന കാമിക്കാസെ ഡ്രോണുകൾ കൂടിയാക്കുമ്പോൾ സൈപ്രസിൻ്റെ സൈനിക ശേഷി പല മടങ്ങ് വർദ്ധിക്കും. ഈ സാഹചര്യം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് സൈപ്രസ് ദ്വീപിൻ്റെ പകുതിയോളം ഭാഗം തുർക്കിയുടെ സൈനിക അധിനിവേശത്തിന് കീഴിൽ തുടരുന്ന സാഹചര്യത്തിൽ ഈ ആയുധ കച്ചവടം മേഖലയിലെ സൈനിക ശക്തി പ്രകടനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ഇന്ത്യയും തുർക്കിയും തമ്മിൽ സമീപകാലത്തായി നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ആയുധ ഇടപാടിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂലമായി തുർക്കി പ്രസിഡന്റ് എർദോഗൻ നിരന്തരം നടത്തുന്ന അന്താരാഷ്ട്ര പ്രസ്താവനകളും ഓപ്പറേഷൻ സിന്ദൂറിലടക്കം പാകിസ്ഥാന് അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യ കൈമാറുന്നതിനുള്ള അങ്കാറയുടെ താൽപ്പര്യങ്ങളും ദില്ലിയെ ദീർഘകാലമായി ചൊടിപ്പിച്ചിരുന്നു. പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന തുർക്കിക്കുള്ള കൃത്യമായ നയതന്ത്ര മറുപടിയായിട്ടാണ് സൈപ്രസുമായുള്ള ഇന്ത്യയുടെ ഈ പ്രതിരോധ കൂട്ടുകെട്ട് വിലയിരുത്തപ്പെടുന്നത്. തുർക്കിയുടെ തൊട്ടടുത്തുള്ള അതിർത്തിയിൽ തങ്ങളുടെ ഏറ്റവും മാരകമായ ആയുധങ്ങൾ വിന്യസിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ ഇന്ത്യ പുതിയ തന്ത്രപരമായ സഖ്യങ്ങൾ രൂപീകരിക്കുന്നു എന്ന സന്ദേശമാണ് ദില്ലി നൽകുന്നത്. ആഗോള ഭൗമ രാഷ്ട്രീയത്തിലും പ്രതിരോധ വിപണിയിലും ഭാരതം തങ്ങളുടെ നയതന്ത്ര തന്ത്രങ്ങൾ അതിശക്തമായി പയറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കശ്മീർ വിഷയത്തിൽ ഭാരതത്തിനെതിരെയുള്ള നിലപാടുകളും പാകിസ്ഥാനുള്ള പരസ്യമായ സൈനിക സാങ്കേതിക പിന്തുണയും വഴി അന്താരാഷ്ട്ര തലത്തിൽ തുർക്കി സ്വീകരിക്കുന്ന ശത്രുതാപരമായ സമീപനങ്ങൾക്ക് ദില്ലി നൽകുന്ന തന്ത്രപരമായ പ്രതികരണങ്ങൾ ആഗോള ശ്രദ്ധ നേടുകയാണ്. സൈപ്രസിന് പുറമെ ചരിത്രപരമായും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടും തുർക്കിയുടെ ഏറ്റവും വലിയ ശത്രുക്കളായി കണക്കാക്കപ്പെടുന്ന മറ്റ് പ്രധാന രാജ്യങ്ങളിലേക്കും ഭാരതം ഇതിനോടകം തന്നെ അത്യാധുനിക ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുകയോ പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ശത്രുവിൻ്റെ ശത്രുവിനെ മിത്രമാക്കുക എന്ന ചാണക്യതന്ത്രത്തിൻ്റെ ആധുനിക പതിപ്പാണ് പശ്ചിമേഷ്യയിലും കൊക്കേഷ്യൻ മേഖലയിലും മെഡിറ്ററേനിയയിലും ഭാരതം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തുർക്കിയെ പ്രതിരോധത്തിലാക്കുവാൻ ഭാരതീയ ആയുധങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന മറ്റ് പ്രധാന രാജ്യങ്ങളുടെ വിവരങ്ങൾ ഈ നയതന്ത്ര നീക്കത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. തുർക്കിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പങ്കാളിയുമായ അസർബൈജാൻ്റെ മുഖ്യ ശത്രുവായ അർമേനിയയാണ് ഭാരതീയ ആയുധങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിലൊന്ന്. തുർക്കിയുടെ ചരിത്രപരമായ വംശഹത്യകളുടെയും ഭൂമിശാസ്ത്രപരമായ തർക്കങ്ങളുടെയും പശ്ചാത്തലത്തിൽ അർമേനിയയും തുർക്കിയും തമ്മിൽ കടുത്ത ശത്രുതയിലാണ്. നഗോർണോ കരാഖാബ് അതിർത്തി തർക്കത്തിൽ അസർബൈജാന് തുർക്കി അത്യാധുനിക ഡ്രോണുകളും സൈന്യത്തെയും നൽകി സഹായിച്ചപ്പോൾ അർമേനിയയുടെ പ്രതിരോധത്തിനായി ഭാരതമാണ് കൈത്താങ്ങായത്. ഭാരതത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനങ്ങൾ, കോൺകോഴ്സ്ഡ് വിരുദ്ധ ടാങ്ക് മിസൈലുകൾ, സ്വാതി വെപ്പൺ ലൊക്കേറ്ററിംഗ് റഡാറുകൾ, 30 മില്ലിമീറ്റർ 40 മില്ലിമീറ്റർ വെടിക്കോപ്പുകൾ എന്നിവ അർമേനിയ ഭാരതത്തിൽ നിന്നും വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അടുത്തിടെ അത്യാധുനിക ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളും അർമേനിയൻ സൈന്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. തുർക്കിയുടെ മൂക്കിന് താഴെ കൊക്കേഷ്യൻ മേഖലയിൽ ഭാരതീയ ആയുധങ്ങൾ വിന്യസിക്കപ്പെടുന്നത് അങ്കാറയും അവരുടെ സഖ്യകക്ഷികളെയും വലിയ രീതിയിൽ അസ്വസ്ഥരാക്കുന്നുണ്ട്. കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലെ പ്രകൃതിവാതക നിക്ഷേപങ്ങളെ ചൊല്ലിയും സമുദ്രാതിർത്തിയെ ചൊല്ലിയും തുർക്കിയുമായി ദീർഘകാലമായി കടുത്ത യുദ്ധപ്രതീതി പുലർത്തുന്ന മറ്റൊരു പ്രധാന രാജ്യമാണ് ഗ്രീസ്. സൈപ്രസ് വിഷയം പോലെ തന്നെ ഗ്രീസും തുർക്കിയും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ ആഗോളതലത്തിൽ അറിയപ്പെടുന്നതാണ്. ഭാരതവും ഗ്രീസും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം സമീപകാലത്ത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് എത്തി നിൽക്കുന്നത്. രാജ്യങ്ങളുടെയും വ്യോമസേനകളും നാവികസേനകളും
മെഡിറ്ററേനിയൻ കടലിൽ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ പതിവാക്കിയിട്ടുണ്ട്. അത്യാധുനിക ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഗ്രീസിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ ചർച്ചകൾ വളരെ സജീവമായി പുരോഗമിക്കുകയാണ്. ഗ്രീസിൻ്റെ നാവികസേനയ്ക്കും തീരദേശ പ്രതിരോധത്തിനും ബ്രഹ്മോസ് മിസൈലുകൾ ലഭിക്കുന്നത് ഏതു നിമിഷവും ഗ്രീസിനെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന തുർക്കിക്ക് കനത്ത തിരിച്ചടിയാകും. ഇതിനൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ തുർക്കിയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കുന്ന ഈജിപ്തുമായും ഭാരതം ശക്തമായ പ്രതിരോധ വ്യവസായ സഹകരണത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങളും ആകാശ് മിസൈലുകളും ഈജിപ്തിന് നൽകാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. പാകിസ്ഥാനെ മുൻനിർത്തി ഭാരതത്തെ വളയാൻ ശ്രമിക്കുന്ന തുർക്കിയുടെ സഖ്യതന്ത്രങ്ങൾക്ക് അവരുടെ സ്വന്തം അതിർത്തി മേഖലകളിൽ തന്നെ പ്രതിരോധം തീർത്തുകൊണ്ട് ദില്ലി മറുപടി നൽകുകയാണ്. അർമേനിയ, ഗ്രീസ്, സൈപ്രസ്, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഭാരതീയ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അത് തുർക്കിയുടെ പ്രാദേശിക മേധാവിത്വ മോഹങ്ങൾ കേൾക്കുന്ന വലിയൊരു പ്രഹരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യമായിരുന്ന ഭാരതം ഇന്ന് അത്യാധുനിക മിസൈലുകളും റഡാറുകളും റോക്കറ്റ് സംവിധാനങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഒരു ആഗോള ശക്തിയായി മാറിയതിൻ്റെ തെളിവ് കൂടിയാണിത്. അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ അതിനുള്ള വില തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഭാരതം ഈടാക്കുമെന്ന ശക്തമായ നയതന്ത്ര സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഭൂമധ്യരേഖ പ്രദേശത്തും കൊക്കേഷ്യൻ മേഖലയിലും ഭാരതത്തിൻ്റെ നയതന്ത്ര പ്രതിരോധ നീക്കങ്ങൾ മൂലം തുർക്കി കടുത്ത സമ്മർദ്ദത്തിലാകുന്നത് അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ പാകിസ്ഥാൻ ഏൽക്കുന്ന ഏറ്റവും വലിയ തന്ത്രപരമായ പ്രഹരം കൂടിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ സൈനികമായും നയതന്ത്രപരമായും ലഭിക്കുന്ന ഏറ്റവും വലിയ ഊന്നുവടികളിൽ ഒന്നാണ് തുർക്കി. അതുകൊണ്ട് തന്നെ അർമേനിയ, ഗ്രീസ്, സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഭാരതീയ ആയുധങ്ങൾ എത്തുന്നതും തുർക്കി സ്വന്തം അതിർത്തികളിൽ പ്രതിരോധത്തിലാകുന്നതും പാകിസ്ഥാനെ പല രീതികളിൽ ദോഷകരമായി ബാധിക്കും. പാകിസ്ഥാൻ്റെ പ്രതിരോധ മേഖലയ്ക്ക് ഏൽക്കുന്ന കനത്ത തിരിച്ചടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. തങ്ങളുടെ സൈനിക ആധുനീകരണത്തിനായി പാകിസ്ഥാൻ ഇന്ന് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തുർക്കിയെയാണ്. പാകിസ്ഥാൻ നാവികസേനയ്ക്കായി അത്യാധുനിക ബാബർ ക്ലാസ് കോർവെറ്റ് യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ച് നൽകുന്നതും അവരുടെ പക്കലുള്ള അഗസ്ത അന്തർവാഹിനികൾ നവീകരിക്കുന്നതും തുർക്കിയാണ്. ഇതിനു പുറമെ ഭാരതത്തിൻ്റെ വ്യോമസേനാ കരുത്തിനെ പ്രതിരോധിക്കുവാൻ തുർക്കിയുടെ പ്രശസ്തമായ ബൈരക്തർ ഡ്രോണുകളും അക്കിൻസി ഡ്രോണുകളും പാകിസ്ഥാൻ വൻതോതിൽ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്വന്തം അതിർത്തിയിൽ ഭാരതീയ ആയുധങ്ങൾ വിന്യസിക്കപ്പെടുകയും ഗ്രീസിൽ നിന്നും സൈപ്രസിൽ നിന്നും ഭീഷണി ഉയരുകയും ചെയ്യുമ്പോൾ തുർക്കിക്ക് തങ്ങളുടെ സൈനിക ഉൽപ്പാദനവും ആയുധങ്ങളും സ്വന്തം സുരക്ഷയ്ക്കായി മാറ്റിവെക്കേണ്ടി വരും. ഇത് പാകിസ്ഥാനിലേക്കുള്ള ആയുധ വിതരണത്തെയും സാങ്കേതികവിദ്യ കൈമാറ്റത്തെയും സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാൻ നൽകുന്ന ഇളവുകളെയും ദോഷകരമായി ബാധിക്കും. നയതന്ത്രതലത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാന് ലഭിക്കുന്ന പരസ്യ പിന്തുണ ഇല്ലാതാക്കാൻ ഇത് കാരണമാകും. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള വേദികളിൽ കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ്റെ നിലപാടുകളെ അന്ധമായി പിന്തുണയ്ക്കുന്ന ഏക രാജ്യം തുർക്കിയാണ്. ഭാരതത്തിൻ്റെ ആയുധ നയതന്ത്രം തുർക്കിയെ സാമ്പത്തികമായും ഭൗമരാഷ്ട്രീയപരമായും ഒറ്റപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ഭാരതത്തെ പിണക്കിക്കൊണ്ട് പാകിസ്ഥാനെ മാത്രം പിന്തുണയ്ക്കുന്നത് തങ്ങൾക്ക് ലാഭകരമല്ല എന്ന് തുർക്കിക്ക് ചിന്തിക്കേണ്ടി വരും. ഭാരതവുമായുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ നിലനിർത്താൻ തുർക്കി നിർബന്ധിതരാകുന്നതോടെ കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ശബ്ദമുയർത്താൻ അവർ മടിച്ചേക്കാം. ഇത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തും. ഇതിനു പുറമെ ഭാരതീയ ആയുധങ്ങളുടെ ശക്തിയും സാങ്കേതിക വിദ്യയും തുർക്കിയിലൂടെ പാകിസ്ഥാൻ പഠിക്കുന്നത് തടയാൻ ഭാരതത്തിന് സാധിക്കും. ഉദാഹരണത്തിന് അർമേനിയയും ഗ്രീസും ഭാരതത്തിൻ്റെ ആകാശ് മിസൈലുകളും പിന്നാക്ക റോക്കറ്റുകളും ബ്രഹ്മോസും ഉപയോഗിക്കുമ്പോൾ ആ ആയുധങ്ങളുടെ പോരായ്മകളും പ്രത്യേകതകളും തുർക്കി വഴി പാകിസ്ഥാന് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ കരാറുകളിൽ അതീവ രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഭാരതം സാങ്കേതിക വിദ്യകൾ ചോരുന്നില്ലെന്ന് ഉറപ്പാക്കുന്നുണ്ട്. കൂടാതെ തുർക്കിയുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ പാകത്തിലാണ് ഭാരതം ഈ ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനാൽ തുർക്കിയുടെ അതേ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന പാകിസ്ഥാനെ യുദ്ധമുഖത്ത് നിഷ്പ്രഭമാക്കുവാൻ ഭാരതീയ സൈന്യത്തിന് വളരെ എളുപ്പമാകും. ചുരുക്കത്തിൽ ചൈനയെപ്പോലെ തന്നെ പാകിസ്ഥാൻ്റെ മറ്റൊരു പ്രധാന പ്രതിരോധ കോട്ടയാണ് തുർക്കി. ഭാരതം തങ്ങളുടെ അത്യാധുനിക മിസൈലുകളും ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളും തുർക്കിയുടെ ശത്രുക്കൾക്ക് നൽകുന്നതിലൂടെ ആ കോട്ടയ്ക്കാണ് വിള്ളൽ വീഴ്ത്തുന്നത്. തുർക്കി സ്വന്തം അതിർത്തിയിലെ സുരക്ഷാ പ്രശ്നങ്ങളിൽ കുടുങ്ങുമ്പോൾ പാകിസ്ഥാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൈനിക രാഷ്ട്രീയ നയതന്ത്ര പിന്തുണകൾ ദുർബലപ്പെടുകയും അത് പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.